discuss some problems. First question is find area enclosed by the lemniscate r square equal to 4 cos 2 theta. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ചിരുന്നു ഇതെങ്ങനെ സ്കെച്ച് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം ഫോം ചെയ്യും. അപ്പൊ അതിന് എന്താ ഇവിടെ രണ്ട് വേരിയബിൾസ് ആണുള്ളത്, ആറും തീറ്റയും. അപ്പോൾ ആ ആറ് വേരി ചെയ്യുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്, അതുപോലെ തീറ്റ വേരി ചെയ്യുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം റഫ് സ്കെച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് പിന്നെ സ്കെച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ സിമ്മെട്രി ചെക്ക് ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ സിമ്മെട്രി ചെക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ആർ തീറ്റ എന്ന് പറയുന്നത് കർവിലുള്ള പോയിന്റ് ആണ് എടുക്കുക. ലെറ്റ് ഓർഡേർഡ് പെയർ ആർ തീറ്റ ബി എനി പോയിന്റ് ഓൺ ദ കർവ്. അപ്പൊ ഇതിന്റെ സിമ്മെട്രി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ആർ തീറ്റ കർവിലുണ്ട്, അതുപോലെ ആർ മൈനസ് തീറ്റ കർവിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിമ്മെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണെന്ന് പറയാം. അപ്പൊ ആർ മൈനസ് തീറ്റ തീറ്റ കർവിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ആർ തീറ്റ ഓൺ ദ കർവ് ഇംപ്ലൈസ് ഇക്വേഷൻ എഴുതുക, ആർ സ്ക്വയർ ഈക്വൽ ടു 4 cos തീറ്റ എന്ന് എഴുതാം അല്ലെ, വിച്ച് ഇംപ്ലൈസ് ആർ സ്ക്വയർ ഈക്വൽ ടു, നമ്മൾ ഈ ഇവിടെ നെഗറ്റീവ് കൊടുത്തു നോക്കുക, കോസ് -2 തീറ്റ. കോസ് -2 തീറ്റ എന്ത് തന്നെയാണ്? കോസ് 2 തീറ്റ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാ? ആർ സ്ക്വയർ ഈക്വൽ ടു 4 cos 2 തീറ്റയും ഇത് സെയിം ആണ് അല്ലെ. അപ്പൊ കാരണം കോസ് -2 തീറ്റ എന്ന് പറയുന്നത് കോസ് 2 തീറ്റ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇവിടെ നെഗറ്റീവായി, തീറ്റ നെഗറ്റീവായി. അപ്പൊ അതിനർത്ഥം ആർ മൈനസ് തീറ്റ ഓൺ ദ കർവ് എന്ന് പറയും. അപ്പൊ ആർ തീറ്റ കർവിലുണ്ട് എങ്കിൽ ആർ മൈനസ് തീറ്റയും കർവിലുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിമ്മെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണ് പറയാം. ഹെൻസ് ദ above curve is symmetric about x axis. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്, ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തത് സിമ്മെട്രിക് അബൌട്ട് ഒറിജിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് സിമ്മെട്രിക് അബൌട്ട് ഒറിജിൻ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? മൈനസ് ആർ തീറ്റ നമ്മുടെ കേർവിൽ ഉണ്ടായാൽ മതി. അപ്പൊ ഇതുപോലെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആർ തീറ്റ ഓൺ ദ കർവ്, ഇതടുത്തതാണ് ചെക്ക് ചെയ്യാൻ പോണേ. ആർ തീറ്റ ഓൺ ദ കർവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആർ സ്ക്വയർ ഈക്വൽ ടു 4 cos 2 തീറ്റ എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ആറിന് പകരം നമ്മൾ മൈനസ് ആർ എടുത്തു. മൈനസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആർ സ്ക്വയർ തന്നെയാണ്. അപ്പൊ അതിനിങ്ങനെ മാറ്റി എഴുതാം, മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു 4 cos 2 തീറ്റ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ആറിന് പകരം മൈനസ് ആർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ആർ തീറ്റ ഓൺ ദ കർവ്. അപ്പൊ നമുക്ക് കിട്ടി സിമ്മെട്രിക് അബൌട്ട് ഒറിജിൻ ആയിരിക്കും. ഹെൻസ് ദ above curve is symmetric about the origin. അപ്പൊ രണ്ട് സിമ്മെട്രി കിട്ടി, സിമ്മെട്രിക് അബൌട്ട് എക്സ് ആക്സിസും ആണ്, സിമ്മെട്രിക് അബൌട്ട് ഒറിജിനും ആണ്. അപ്പൊ രണ്ട് സിമ്മെട്രി ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സിമ്മെട്രി ഓൾറെഡി അതിൽ എക്സിസ്റ്റ് ചെയ്യും. മൂന്നാമത്തെ സിമ്മെട്രി എന്താ? These two symmetries together implies symmetry about y axis. അപ്പൊ സിമ്മെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണ്, സിമ്മെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആണ്, സിമ്മെട്രിക് അബൌട്ട് ഒറിജിൻ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും, ഇപ്പൊ ഒറിജിനിൽ കട്ട് ചെയ്താൽ ഒറിജിന്റെ ഇപ്പുറത്തും ഇപ്പുറത്തും ഒരേ ഷേപ്പ് ആയിരിക്കും. അതുപോലെ എക്സ് ആക്സിസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
എക്സ് മുകളിലുള്ള പോർഷൻ തന്നെയായിരിക്കും താഴെയുള്ള പോർഷനും ഉണ്ടാവുക. അതുപോലെ y ആക്സിസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലുള്ള പോർഷൻ തന്നെയായിരിക്കും ലെഫ്റ്റിലുണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് സിമ്മട്രി കിട്ടിയതുകൊണ്ട് നമുക്ക് ഇനി ഒന്ന് റഫ് സ്കെച്ച് ചെയ്ത് നോക്കാം. ഫംഗ്ഷൻ എന്തായാലും ഓർമ്മ ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ അത് വെച്ചങ്ങ് സ്കെച്ച് ചെയ്ത് നോക്കാം. എക്സ് ആക്സിസ്, y ആക്സിസ്. അപ്പോ തീറ്റയ്ക്ക് ഓരോ വാല്യൂ കൊടുക്കുക. തീറ്റ 0 ആവുമ്പോ കോസ് 0 വരും. ഇവിടെ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആവും. അപ്പൊ r² = 4. r² = 4 എന്ന് പറയുമ്പോ എന്ത് വരും? ഇവിടെ 1 2 ഏകദേശം എടുക്കുക കേട്ടോ. r² = 4 എന്ന് എടുത്തു കഴിഞ്ഞാല് നമുക്ക് r എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കാം. അപ്പൊ ഏകദേശം പോയിന്റ് ഇതാന്ന് വിചാരിക്കും. r² = 4 എന്ന് പറഞ്ഞാൽ ലൈൻ. ഇനി അടുത്തത് തീറ്റ എന്ന് പറയുന്നത് വേറൊരു നമ്പർ കൊടുത്തു നോക്കാം. നമുക്ക് ഇവിടെ 2 തീറ്റ ആയതുകൊണ്ട് π/4 കൊടുക്കാം. π/4 കൊടുത്താൽ cos 2π/4 എന്ന് പറയുമ്പോൾ cos π/2 വരും. cos π/2 എന്താണ്? 0 ആണ് അല്ലെ? അപ്പൊ 0 ആയതുകൊണ്ട് നമ്മൾ π/4 കൊടുക്കുമ്പോൾ തീറ്റ π/4 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതിന്റെ സെന്ററിലുള്ള ഈ ആംഗിൾ ആണ്. തീറ്റ π/4 ആവുമ്പോൾ ആറിന്റെ വാല്യൂ 0. ഇനി അതിനിടയിലുള്ള കുറച്ച് വാല്യൂസും കൂടെ എടുത്തു നോക്കാം. അതുപോലെ π/2 ആവുമ്പോൾ തീറ്റ π/2 ആവുമ്പം കോസ് 2π/2 എന്ന് പറയുമ്പോൾ കോസ് π ആയി അല്ലെ? കോസ് π എന്ന് പറയുമ്പോൾ എന്ത് വരും? കോസ് π എന്ന് പറയുമ്പോൾ -1 വരും. അപ്പൊ ഇവിടെ r² = -4 കിട്ടും. r² = -4. അപ്പൊ അത് നമുക്ക് ആറിന്റെ വാല്യൂ കോംപ്ലക്സ് നമ്പർ ഒക്കെയാ വരിക. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. പൈയില് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ഇനി വേറൊരു ആംഗിൾ എടുക്കാം. ക്യാൻസൽ ആയി പോകുന്ന രീതിയിൽ ഒരു ആംഗിൾ എടുക്കാം. നമുക്ക് ലെമനിസ്കേറ്റിന്റെ ആംഗിൾ ഏകദേശം അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ വരച്ചില്ലേ r² = 4 എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല ഉണ്ടാവുക, അതിന്റെ റൂട്ട് -2 കൂടെ വരൂലേ? ആറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ +2 -2 വരും. അപ്പൊ ഈ പോയിന്റും ഉണ്ടാവും കേട്ടോ. അതുപോലെ π/4 അതുപോലെ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ലെമനിസ്കേറ്റ് ഏകദേശം വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇങ്ങനെ വരും. സിമ്മട്രി ഒരു സൈഡിലുള്ള ഷേപ്പ് കിട്ടിയാൽ മതി നമുക്ക് ഏകദേശം. അപ്പൊ ഈ സൈഡിലുള്ള ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഷേപ്പ് തന്നെയായിരിക്കും ഇപ്പുറത്തുണ്ടാവുക. കാരണം എന്താണ്? സിമ്മട്രിക് അബൌട്ട് y ആക്സിസ് ആണ്. അതുപോലെ ഇവിടുത്തെ ഒരു ഷേപ്പ് മാത്രം കിട്ടിയാൽ മതി. അപ്പൊ അതേ ഷേപ്പ് ആയിരിക്കും താഴെ ഉണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഇപ്പൊ ഇത് ഏകദേശം ഒന്ന് വരച്ചെടുക്കുക. അതുപോലെ ഇവിടുത്തെ ഷേപ്പ് തന്നെയായിരിക്കും താഴെ ഉണ്ടാവുക. അപ്പൊ എനിക്കിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു രൂപം വരച്ചതാണ്. ഇനി എന്ത് ചെയ്യാ? ഇനി തീറ്റ വേരി ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെയാണ്, അതുപോലെ r വേരി ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് അപ്പൊ ഈ ഫംഗ്ഷന്റെ നമ്മൾ ഇനി എന്ത് ചെയ്യാം? സിമ്മട്രി അബൌട്ട് 3 കേസിലും സിമ്മട്രി ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു സെക്ഷന്റെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഈ സെക്ഷന്റെ മാത്രം ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഈ ഏരിയയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ലെമനിസ്കേറ്റിന്റെ ഏരിയ കിട്ടും. അപ്പൊ നമ്മൾ ഈ ടോട്ടൽ ഈ പോർഷന്റെ മാത്രം ഏരിയ കാണാം. ഈ ആംഗിൾ എത്രയാണ്? π/4 ആണ്. ഇത് 0 ആണ്. ഇത് -π/4 ആണ്. ഈ കർവ് r² = 4 cos 2θ. ഇത് ഒറിജിൻ. അപ്പൊ ഇതിന്റെ ഏരിയ കാണാനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ അതിനാദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ r. ലെറ്റ് r denote the region enclosed by the lemniscate in the first quadrant. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള lemniscateന്റെ പോർഷൻ ആണ് r. Draw a line L from the origin. Draw a line L from the origin
കട്ടിങ് ത്രൂ ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് ആർ. അങ്ങനെ ഈ റീജിയനെ കട്ട് ചെയ്തുകൊണ്ട് ആർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ എൽ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് റേ ആണ്. അപ്പൊ ദ റേ എൻറ്റേഴ്സ് ദ റീജിയൻ വെൻ ആർ ഈക്വൽ ടു 0 ആൻഡ് ലീവ്സ് ദ റീജിയൻ വെൻ, ഇവിടെ എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ? ആർ സ്ക്വയർ ഈക്വൽ ടു 4 cos θ അല്ലെ. ആൻഡ് ലീവ്സ് ദ റീജിയൻ വെൻ ആർ സ്ക്വയർ ഈക്വൽ ടു 4 cos 2θ. അപ്പൊ ഇത് മുകൾ ഭാഗത്തെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ആറ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ആറിന് 2 വാല്യൂ വരും, പ്ലസ് ഓർ മൈനസ് വരും. പക്ഷെ ഇത് മുകളിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് പ്ലസ് നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കുന്നത്. 4 4ന്റെ റൂട്ട് cos 2θ. അപ്പൊ ആർ ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് എടുക്കുന്നത്, √4 cos 2θ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആറ് വേരി ചെയ്യുന്നത് എവിടം തൊട്ട് എവിടം വരെയാന്ന് പറയാൻ പറ്റും. Hence, the limit of integration of r is from r equal to 0 to r equal to √4 cos 2θ. ഇനി നമ്മൾ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു റീജിയൻ മുഴുവൻ കവർ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ലൈനിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന്റെ ഇനിഷ്യൽ റേയിൽ കൊണ്ടുവന്ന് അത് എവിടെ വരെ മൂവ് ചെയ്യണം എന്ന് നോക്കുക. റേ എവിടെ വരെ മൂവ് ചെയ്താൽ നമുക്ക് എൻ്റെ റീജിയൻ കവർ ചെയ്യാൻ പറ്റും നോക്കാം. But to cover the entire region R, the angle theta which the ray L makes with the x-axis should vary from the theta equal to 0 ആണ്. theta equal to 0 to ഇവിടെ വരെ വരെ ചെയ്താൽ മതി, ഈ റേ വരെ. ഈ റേ ഏതാണ്? theta equal to π/4. L makes with the x-axis should vary from theta equal to 0 to theta equal to π/4. അപ്പൊ നമ്മുടെ തീറ്റ വേരി ചെയ്യുന്നത് കിട്ടി, 0 to π/4. അപ്പൊ ഇനി നമുക്ക് ഏരിയ കാണാലോ. ഹെൻസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ആർ. ആറിന്റെ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി ലെംനിസ്കേറ്റിന്റെ മൊത്തം കാണാനായിട്ട് വിട്ടുപോയത്. അപ്പൊ ഹെൻസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ആർ ഈസ് ഗിവൺ ബൈ A equal to double integral over r dr dθ. ഇവിടെ റീജിയനിൽ ഫസ്റ്റ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് തീറ്റേന്റെ ആണ്. അപ്പൊ 0 to π/4. അടുത്ത r 0 to √4 cos 2θ. r എന്ന് പറയുന്നത് r dr dθ. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു r നമ്മൾ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to π/4 r²/2 0 to √4 cos 2θ dθ. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതിന് ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രൽ 0 to π/4 r² ആകുമ്പോൾ ഇതിന്റെ സ്ക്വയർ, അപ്പൊ എത്ര വരും? 4 cos 2θ/2 മൈനസ് ആറിന് 0 എടുത്താൽ ആ ടൈമിൽ 0 ആയിപ്പോയി. അപ്പൊ എത്രയേ ഉള്ളൂ? ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും, dθ. അപ്പൊ ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് 2 പുറത്തെടുത്ത് കഴിഞ്ഞാല് cos 2θന്റെ ഇന്റഗ്രേഷൻ sin 2θ/2. 2 കൂടെ കട്ട് ചെയ്ത് കളയും. 0 to π/4. അപ്പൊ π/4 കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? sin 2π/4. sin π/2 കിട്ടും. sin π/2 എത്രയാ? 1 ആണ് അല്ലെ. ഇനി അടുത്തത് sin തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ sin 0. അപ്പൊ ഇത് എന്താണ്? 0. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക 1 എന്നാണ്. അപ്പൊ ഈ ഒരു പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഇനി ഈ മൊത്തത്തിലുള്ള പോർഷന്റെ ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ റീജിയന്റെ ഏരിയ ആണ്.
ടോട്ടൽ ഏരിയ കാണാനായിട്ട് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലെംനിസ്കേറ്റ് ഈക്വൽ ടു 4 into ഏരിയ ഓഫ് ദ റീജിയൻ R, which is equal to 4 into ഇത് ആറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 യൂണിറ്റ് തന്നെ കിട്ടും. അപ്പൊ ഇത് കാണാനായിട്ട് മറക്കരുത്. ഇതാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള മാത്രമല്ല ചോദിച്ചേക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഈ ആൻസറും കൂടെ കാണാനായിട്ട് നമ്മൾ മറക്കരുത്. അപ്പൊ ഇതാണ് ഏരിയ കാണാനുള്ളത്. അപ്പൊ നമ്മൾ 2 രീതിയിൽ പഠിച്ചു, കാർഡിയോയിഡിന്റെ ലെമിനിസ്കേറ്റിന്റെ. അപ്പൊ ഇനി ഏത് ഷേപ്പ് വന്നാലും നമ്മൾ ഇതുപോലെ ഏരിയ കാണാനായിട്ട് പഠിക്കണം.